ഇനി നിങ്ങൾ നിഷേധിക്കുന്ന കണ്ണേറിനെ സംബന്ധിച്ച് എന്താ? കണ്ണേറിനെ സംബന്ധിച്ച് 366 പേജിൽ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ണേർ അന്ധവിശ്വാസം എന്നല്ല. അലിമദിനി കേട്ടോളി, മറുപടി പറയണം. ഇതിനൊക്കെ കൃത്യമായി കൊണ്ട് മറുപടി പറയണം. 366 പേജിൽ അമ്മൽ ഐനു ഫഹിയ മഖൂദത്തുൻ എന്ന് പറഞ്ഞാൽ മാ ഹുവൽ ഫർഖ് ബൈന സിഹ്രി വൽ ഐനി وهل العين تقع في الدين ولها حكم وما هو العلاج للطرفين العين والمعيون إن كان ذلك صحيحا. എന്താണ് കണ്ണേറും സിഹറും തമ്മിലുള്ള വ്യത്യാസം? കണ്ണേറ് ബാധിക്കുമോ? ബാധിച്ചാൽ എന്താണ് ചികിത്സ? എന്താണ് ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞത്? കണ്ണേറുണ്ട്. ما خذتم العان يعين إذا أصابه بعينه والعين حق كما ورد في الحديث الصحيح عن النبي صلى الله عليه وسلم قال. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ ഹഖ്ഖാൻ, വലൗ കാന ശൈഉൻ സാബിഖൽ ഖദരി ലസബഖതുൽ ഐൻ. ഇതിനെ നിങ്ങൾ പരിഹസിച്ചത് ഇവിടെ. വല്ലതും ഖദറിന് മുൻകടക്കുമായിരുന്നെങ്കിൽ കണ്ണേർ മുൻകടക്കുമായിരുന്നു. വൈദഖ്തുസിൽതും, നിങ്ങളോട് കുളിക്കാൻ ആവശ്യപ്പെട്ടാൽ, കഴുകാൻ ആവശ്യപ്പെട്ടാൽ ഫഗ്സിലൂ, നിങ്ങൾ കഴുകിക്കൊടുക്കണം. ആ ഹദീസിനെ സംബന്ധിച്ചാണ് അലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കൂല. വഹുക്കുമുഹാ അന്നഹാ മുഹറമത്തുൻ കസ്സിഹ്രി, എന്നാൽ കണ്ണേർ ബാധിപ്പിക്കാൻ പാടില്ലത് ഹറാമാണ്. വഅമ്മൽ ഇലാജു ലിൽ ആയിനി, എന്നാൽ കണ്ണീറിലെ ചികിത്സ എന്താണ്? ഫൈദാർ ആമാ യുഅജിബുഹു, എന്തെങ്കിലും അത്ഭുതമുള്ള കാര്യങ്ങൾ കണ്ടാൽ ഫല്ലദ്കുറുല്ലാഹ്, അവൻ അല്ലാഹുവിനെ ഓർക്കട്ടെ. അതുപോലെ തന്നെ വല്യുബരിക്, എന്നിട്ട് ബാറക്കല്ലാഹ് എന്ന് പറയട്ടെ. കമാ ജാഅ ഫിൽ ഹദീസി ഹല്ല ഇദാ റഅയ്ത മാ യുഅജിബുക ബറക്ത ഫയഖൂലു മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയട്ടെ. വയദ്ഉ ലിശ്ശഖ്സി ബിൽ ബറകതി, ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വഅമ്മൽ മഅയൂൻ, എന്നാൽ കണ്ണേർ ബാധിക്കപ്പെട്ടവനാണെങ്കിൽ വയഹ്സിൻ നഫ്സഹു ബിൽ ഈമാനി ബില്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ ഈമാൻ കൊണ്ട് അവനെ സ്വന്തം നഫ്സിനെ സംരക്ഷിക്കട്ടെ. വത്തവക്കുൽ അലൈഹി, തവക്കുൽ കൊണ്ട് സംരക്ഷിക്കട്ടെ. വഖിറാഅത്തി വറദ മിൻ വഖിറാഅത്തി വിർദ് മിൻ ഖുർആനി വൽ അദിയത്തിൽ മഅ്സൂറ, ഖുർആനിലും ഹദീസിലൊക്കെ വന്നിട്ടുള്ള വിർദുകളും അഥവാ ദിക്റുകൾ അവൻ ചെല്ലട്ടെ. വൈദാ അലിമൽ മഅയൂൻ وإذا علم المعيون من أصابه بعينه فإنه يشرع له أن يطلب منه أن يغسل وجهه ويديه وداخل إزاره في إناء, അവൻ്റെ വസ്ത്രവും അതുപോലെ തന്നെ അവൻ്റെ മുഖവും കൈയുമൊക്കെ കഴുകാൻ അവൻ ആവശ്യപ്പെടട്ടെ. എന്നിട്ട് ثم يغسل المعين بذلك لقوله صلى الله عليه وسلم وإذا اغتسلتم فاغسلوا. ഇതാണ് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നു, എൻ്റെ 171 ചോദ്യം, ഇത് പറഞ്ഞ് ശൈഖ് ഇബ്നു ബാസ് അന്ധവിശ്വാസിയാണോ? അന്ധവിശ്വാസിയാണെങ്കിൽ നിങ്ങൾ ഇബ്നു ബാസിന്റെ വാചകം ഉദ്ധരിച്ചത് എന്തിനാണ് ഇവിടെ? അന്ധവിശ്വാസിന്റെ വാചകം നിങ്ങൾക്ക് പറ്റിയത് മാത്രം പറ്റും, ബാക്കിയുള്ളൊന്നും പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഈ വാചകം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ വാചകം ഇത് കൃത്യമായി കൊണ്ട് വായിച്ച് ഇവിടെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ?